കണ്ണൂരിലേക്ക് നമ്മൾ പോകുന്നു. എല്ലാം കഥകളാണ് ഓരോ വീട്ടിലും സംഭവിച്ചിരിക്കുന്നത്. 50 ഡിഗ്രി ചൂടിൽ ആ, ചൂടിൽ കത്തി നിൽക്കുന്ന ഗൾഫിലെ തൊഴിൽ പാടത്തേക്ക് ഓരോ ആളും പറന്നിറങ്ങുന്നത് എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിന് വിചാരിച്ച സ്വപ്നങ്ങൾക്കനുസൃതമായി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടണം എന്ന ആഗ്രഹത്തോടെയാണ്. ആ സ്വപ്നങ്ങളൊക്കെയാണ് തീമഴയായിട്ട് അവിടെ പെയ്തില്ലാതായത്. ഒരാഴ്ച മുമ്പ് മാത്രമാണ് കണ്ണൂർ വയക്കര സ്വദേശി നിതിൻ കുവൈറ്റിൽ അപകടമുണ്ടായ ലേബർ ക്യാമ്പിലേക്ക് താമസം മാറ്റുന്നത്. നിതിൻ തൻ്റെ സ്വപ്നമായിരുന്ന പുതിയ വീടിൻ്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടിരുന്നു നാട്ടിൽ. ദുരിതങ്ങളിൽ നിന്ന് കരകയറാനായി പ്രവാസിയായ ഈ 26-കാരൻ്റെ വിയോഗം നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയെന്നാണ് ഞങ്ങളുടെ കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. നിതിൻ്റെ വീടിന് മുന്നിൽ നിന്ന് സജോ ദേവസ്യ അവിടുത്തെ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സജോ, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്നത്? നിതിൻ എങ്ങനെയുള്ള ആളായിരുന്നു? എപ്പോഴാണ് അദ്ദേഹം കുവൈറ്റിലേക്ക് പോയത്? എസ് കെ 5 വർഷമായി കണ്ണൂർ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ വയക്കരയിലെ നിതിൻ കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് നിതിൻ്റെ വീട്. ഈ വീട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ആ ചെറുപ്പക്കാരന് ഉണ്ടായിരുന്നു. 1 വർഷം മുൻപ് നാട്ടിൽ വന്ന് മടങ്ങിയിരുന്നു. തൊട്ട് സമീപത്ത് തന്നെ ഒരു വീടിൻ്റെ തറ കെട്ടി കല്ലൊക്കെ ഇറക്കി നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരുന്നു. പക്ഷെ അത് പാതി വഴിയിലാക്കിയാണ് നിതിൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് ജീവിത ദുരിതങ്ങൾ യഥാർത്ഥത്തിൽ നിതിൻ നേരിട്ടിരുന്നു. അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയാണ് ആ 26-കാരൻ പ്രവാസിയായത്. അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ ആയ ആളുകൾ ഇവിടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനമൊക്കെ തുടക്കം ഇട്ടിരുന്നു അല്ലേ? അദ്ദേഹം പാതി വഴിയിലാക്കിയിട്ടാണ് പോകുന്നത്. അവൻ്റെ ഏറ്റവും വലിയൊരു ജീവിതാഭിലാഷമായിരുന്നു അവനൊരു വീട് വെക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് പ്രവാസി ജീവിതത്തിലേക്ക് അവൻ യാത്രയായത്. അപ്പോൾ അത് നാടിനെ നടുക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു. അവനെ വീട് ഏകദേശം ഇപ്പോൾ ഈ നിൽക്കുന്ന വീടിന് ഒരു 200 മീറ്റർ മാറിയാണ് വീടിൻ്റെ ഇപ്പോൾ ഒരു 10 സെൻറ്റും അതിനകത്തൊരു തറയും ചെറിയ കുഴലൊക്കെ അടിച്ചിട്ട് അവൻ 3.5 വർഷം വന്നിട്ട് തിരിച്ചു പോയത്. രണ്ടാമത് അടുത്ത ഒരു 3.5 വർഷം കൂടെ സ്റ്റേ ചെയ്തിട്ട് അതിന് ശേഷം ഇവിടെ വന്നിട്ട് ബാക്കി വീടിൻ്റെ പരിപാടി തുടങ്ങാമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു അവരുള്ളത്. പക്ഷേ അത് നടക്കാതെ പോയതിൽ നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ ബന്ധുക്കൾക്കും എല്ലാവർക്കും അതിൽ വളരെയധികം പ്രയാസം അനുഭവപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയാൻ വാക്കുകളില്ല. അത്രയും നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. ഏത് രാഷ്ട്രീയ രംഗത്തായാലും മറ്റ് പൊതുമേഖലാ രംഗത്തായാലും അയൽവക്കക്കാരെ സഹായിക്കാനായാലും എല്ലാ രീതിയിലും അവൻ നല്ലൊരു ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നൊരു ചെറുക്കനായിരുന്നു. നാട്ടിൻ്റെ ഏറ്റവും വലിയ തീരാ നഷ്ടമാണ് നമ്മളെ വിട്ട് പിരിഞ്ഞതിലുള്ളത്. അതിൽ നാട്ടുകാരും ബന്ധുക്കളൊക്കെ വളരെ ദുഃഖിതരാണ്. അതാണ് എസ് കെ. ഒരുപാട് ഈ ജീവിത ദുരിതങ്ങളെ മറികടക്കാനുള്ളൊരു അത്യധ്വാനമായിരുന്നു. അതിനിടയിലാണ് ഈ ദുരന്തം അദ്ദേഹത്തെ തേടിയെത്തിയത്. പൊതുരംഗത്തും ഒക്കെ നാട്ടിൽ വളരെ സജീവമായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളോട് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവിടെയൊക്കെ എപ്പോഴും വളരെ സജീവമായിരുന്നു. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അതാണ് അവരെയൊക്കെ വലിയ തോതിൽ ദുഃഖത്തിലായിരുന്നു. നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും സജീവമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഗൾഫിൽ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്ന സമയത്തും നാട്ടിലെ ഉത്സവത്തിനും എല്ലാ സമയത്തും ഫുള്ളായിട്ട് പങ്കെടുത്തുണ്ടായ വ്യക്തിയായിരുന്നു. ഒരു വളരെ അവിശ്വസനീയമായ ഒരു വേർപാടായിപ്പോയി ഇതിൻ്റെ. നമ്മളിപ്പോൾ വീടിന് വേണ്ടി കല്ലും മറ്റു കാര്യങ്ങളെല്ലാം ഇറക്കിയിട്ടിരുന്നു. വീണ്ടും വരുമ്പോൾ സുഹൃത്തുക്കളോടും പറഞ്ഞു എന്ന് ഞാൻ ആളുകൾ പറഞ്ഞു കേട്ടു. അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ആ പണി എങ്ങനെയെങ്കിലുമൊക്കെ തുടങ്ങണം, നല്ലൊരു വീട്, ഈ വീടിൻ്റെ ഒരു അവസ്ഥ നമുക്ക് കാണാം, അതിൽ നിന്നും കരകയറണം എന്ന് വല്ലാതെ ആഗ്രഹിച്ചിരുന്നൊരു ചെറുപ്പക്കാരൻ. അങ്ങനെ തന്നെ ഒരു വീട് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കിയിട്ട് അച്ഛനെയും നല്ല രീതിയിൽ നോക്കണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ വരവിൽ അവിടെ തറ കെട്ടിയിട്ടുള്ളത്, കോളടിച്ചിട്ടുണ്ടായിരുന്നു. അത് പൂർത്തിയാക്കണമെന്ന ആഗ്രഹത്തോടുകൂടിയായിരുന്നു പോയത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു തിരിച്ചു വരവ്. നമ്മൾ ഈ സംസ്കാരം വരുന്നതിനനുസരിച്ച് മൃതദേഹം എത്തുന്നതിനനുസരിച്ചായിരിക്കും എങ്ങനെയാണ് തീരുമാനം? അതിൻ്റെ സമയം നമുക്ക് കൃത്യമായിട്ട് പറയാൻ ആയില്ല. എന്നാലും വയക്കര പൊതുദർശനം കഴിഞ്ഞിട്ട് വീട്ടിലേക്കൊന്ന് എടുത്തിട്ട് അവൻ ഉണ്ടാക്കിയ തറയുടെ അടുക്ക ഒന്ന് കാണിക്കണം എന്നാണ് വീട്ടുകാരൊക്കെ പറഞ്ഞത്. അവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് പൊതുശ്മശാനത്തിലേക്ക് എടുക്കുന്നതാണ് നമ്മൾ തീരുമാനിച്ചത്. നാട്ടുകാരും വീട്ടുകാരൊക്കെ ആലോചിച്ച് അങ്ങനെ തീരുമാനിച്ചത്. എസ് കെ, നമ്മളിവിടെ ഒപ്പം നിതിൻ്റെ സുഹൃത്തുക്കൾ, ഇവിടുത്തെ നാട്ടുകാരുമൊക്കെയാണ് നമ്മളോടൊപ്പം ചേർന്നത്. ഇവരൊക്കെ നമ്മളോട് പറയുന്നത് ആ ഒരു വേദനയാണ്. കാരണം ഒരുപാട് കഷ്ടപ്പാടുകൾ സമാനമായ നിലയിൽ ഇവിടെയും വിദേശത്തേക്ക് പോകുമ്പോൾ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങൾക്ക് പിന്നാലെയാണ് ഇതിന് യഥാർത്ഥത്തിൽ സഞ്ചരിച്ചത്. ഇതിൻ്റെ കുടുംബം, ഇതിൻ്റെ അച്ഛനും സഹോദരനുമാണ് വീട്ടിലുള്ളത് അല്ലേ? അച്ഛനും നിതിൻ്റെ അയൽവാസികൾ, അച്ഛനും സഹോദരനുമാണ് വീട്ടിൽ ഉള്ളതെന്ന് തോന്നുന്നു അല്ലേ? അച്ഛനും ഒരു സഹോദരനുമാണ്. അതെ. അമ്മ അകാലത്തിൽ മരണപ്പെട്ടു പോയി. പിന്നെ ഈ 2 സഹോദരങ്ങളും അച്ഛനും മാത്രമാണ് ഉണ്ടായിരുന്നത്. അച്ഛനും ഡ്രൈവറാണ്, പിന്നെ ജ്യേഷ്ഠ ബസ് കണ്ടക്ടറാണ്.
അപ്പോൾ ഇയാൾ എല്ലാ പിന്നെ രംഗത്തും സജീവമായിട്ട് ആക്റ്റീവായിട്ട് സമൂഹ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഒരാളായിരുന്നു. എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. അതാണ് എല്ലാവരുടെയും പറയുമ്പോൾ വാക്കുകൾ ഇടറുന്നത് അതുകൊണ്ടാണ്. ഇതിൻ്റെ സാഹചര്യങ്ങൾ അറിയുന്നത് കൊണ്ടുകൂടിയാണ്. അങ്ങനെയുള്ള സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാം സ്വരുക്കൂട്ടി വെച്ചിരുന്നത്. പക്ഷേ അകാലത്തിൽ ഈ അപകടം ഇതിനെ കവർന്നിരിക്കുകയാണ്. അതിൻ്റെ ദുഃഖത്തിലാണ് ഈ നാടാകെ. SK. സജോ ദേവസിയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. നിതിൻ്റെ വീട്ടിൽ നിന്നാണ് സജോ ദേവസി ചേർന്നത്.